നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന ഒരു കോട്ടയുണ്ട് സൗദിയിലെ ജിദ്ദയ്ക്കടുത്ത അസ്ഫാനിൽ. ഹജ്ജ് തീർത്ഥാടകരുടെ വിശ്രമ സ്ഥലവും ഓട്ടോമൻ സൈന്യത്തിന്റെ നിരീക്ഷണ കേന്ദ്രവുമായിരുന്ന ഈ കോട്ട ഇപ്പോൾ സൗദി പുരാവസ്തു വിഭാഗം സംരക്ഷിച്ചു വരികയാണ്. ജിദ്ദക്കടുത്ത അസ്ഫാൻ ഗ്രാമത്തിൽ മക്ക മദീന റോഡിലാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ കോട്ടയുള്ളത്. ജിദ്ദ നഗരത്തിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ വടക്ക് ഭാഗത്ത് ഒരു കുന്നിൻ മുകളിൽ തല ഉയർത്തി നിൽക്കുന്ന അസ്ഫാൻ കോട്ടയ്ക്ക് നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ട്. 18ാം നൂറ്റാണ്ടിൽ പുതുക്കിപ്പണിത ഈ കോട്ട മക്ക മദീന റോഡ് നിരീക്ഷിക്കാനായി ഓട്ടോമൻ സൈന്യം ഔട്ട്പോസ്റ്റായി ഉപയോഗിച്ചിരുന്നുവെന്നാണ് ചരിത്രം. ഇതുവഴി കടന്നുപോകുന്ന ഹജ്ജുംറ തീർത്ഥാടകരുടെയും കച്ചവടക്കാരുടെയുമെല്ലാം സംരക്ഷണം മുൻനിർത്തിയായിരുന്നു ഈ നിരീക്ഷണം. തീർത്ഥാടകരുടെ വിശ്രമ കേന്ദ്രം കൂടിയായിരുന്നു ഈ സ്ഥലം. ശത്രുക്കളെ നേരിടാനുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രമായും ഈ കോട്ട ഉപയോഗിച്ചിരുന്നു. ഈ കോട്ടയുടെ നിർമ്മാണത്തിന്റെ ഉദ്ദേശം അവർ പറയുന്നത്, ചരിത്രത്തിൽ പറയുന്നത്, രേഖകളിൽ പറയുന്നത്, ഇവിടെ തമ്പടിക്കുന്ന ഹാജിമാർ, ഈ ഹാജിമാരുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയായിരുന്നു. ആ സംരക്ഷണം ലക്ഷ്യമാക്കി ഇവിടെ നിൽക്കുന്ന പട്ടാളക്കാർക്ക് താമസിക്കാനുള്ള ഒരു സങ്കേതം എന്ന രീതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചത് എന്നാണ് രേഖകളിൽ കാണുന്നത്. വെടിയുണ്ട സംഭരിക്കാനുള്ള സൗകര്യങ്ങളും പീരങ്കികൾക്കുള്ള സജ്ജീകരണങ്ങളുമെല്ലാം ഇവിടെ കാണാം. ചതുരാകൃതിയിലുള്ള കോട്ടയുടെ കൽമതിലുകളും ടവറുകളുമെല്ലാം നല്ല ശക്തിയോടെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. സമീപത്തെ പർവ്വതങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ബസാൾട്ട് പാറക്കല്ലുകൾ ഉപയോഗിച്ചാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഹിജ്റ 6ാം നൂറ്റാണ്ടിൽ തന്നെ ഈ സ്ഥലത്ത് കോട്ടയും നിരീക്ഷണവുമെല്ലാം ഉണ്ടായിരുന്നതായി ചില ഗ്രന്ഥങ്ങളിൽ കാണാം. ഹിജ്റ 578 ഹജ്ജിന് വന്ന സഞ്ചാരി ഇബ്നു ജുബൈർ ഈ സ്ഥലത്ത് കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടതായി പറയുന്നുണ്ട്. ഓട്ടോമൻ ഭരണകാലത്ത് ഇത് പുനർനിർമ്മിച്ചു. സൗദി പുരാവസ്തു വിഭാഗം ഈ കോട്ട ഇപ്പോൾ സംരക്ഷിച്ചു വരുന്നുണ്ട്. ഹജ്ജുംറ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഇത്തരം നിരവധി ചരിത്ര ശേഷിപ്പുകൾ സൗദിയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇതെല്ലാം സംരക്ഷിക്കുകയാണ് സൗദി പുരാവസ്തു വിഭാഗം. ഓസ്ഫാൻ കോട്ടയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.